അദാനിക്കെതിരായ വെളിപ്പെടുത്തൽ കൊണ്ട് ഇന്ത്യയിൽ വിവാദ കോലാഹലം സൃഷ്ടിച്ച ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു. ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പ്രവർത്തിച്ചു വന്ന ആശയങ്ങളും പ്രൊജക്ടുകളും പൂർത്തിയായെന്നും ഹിൻഡൻബർഗ് പറയുന്നു. അതേസമയം ട്രംപ് അധികാരത്തിലേൽക്കുന്നതിന് തൊട്ടു മുൻപാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നത്. ട്രംപ് ഭരണത്തിൽ അദാനിക്കെതിരായ വെളിപ്പെടുത്തൽ മാതൃകയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുമോ എന്ന ആശങ്കയാണോ സ്ഥാപനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് കാരണം എന്നതിലും വ്യക്തതയില്ല. നേരത്തെ തങ്ങൾക്കെതിരായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അദാനി ഹിൻഡൻബർഗിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നത്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ $1000 കോടി നിക്ഷേപം അമേരിക്കയിൽ ഇറക്കുമെന്ന് അദാനി ഗ്രൂപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തന്റെ വ്യവസായ ഗ്രൂപ്പ് ഊർജം, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ് നിക്ഷേപം ഇറക്കുകയെന്നും അദാനി പറഞ്ഞു. ഇതുവഴി US-ൽ 15,000 പേർക്ക് തൊഴിൽ നൽകാനാകും. ഇതോടെ തന്നെ ഹിൻഡൻബർഗ് എന്ന കമ്പനിയുടെ ഉടമയായ ആൻഡേഴ്സനെതിരെ കുരുക്കുമുറുക്കിയിരുന്നു. അമേരിക്ക ആസ്ഥാനമായ തന്റെ കമ്പനിക്ക് ഇതിനൊന്നും ഉത്തരം നൽകേണ്ട ആവശ്യമില്ലെന്നും ഇന്ത്യ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ലെന്നും ഇന്ത്യയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഹിൻഡൻബർഗ്. ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനത്തിന്റെ ഉടമയായ ആൻഡേഴ്സൺ ആണ്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതോടെ അദാനിയുടെ ബിസിനസ് അമേരിക്കൻ മണ്ണിലെ ബിസിനസ്സായി മാറും. അങ്ങനെയെങ്കിൽ ഭാവിയിൽ ആൻഡേഴ്സണും ഹിൻഡൻബർഗ് എന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും അമേരിക്കയിലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അദാനി അദ്ദേഹത്തിന്റെ വിവിധ കമ്പനികളിലെ വരവ് ചെലവ് കണക്കുകൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും അദാനി കമ്പനികളുടെ ഓഹരി വില ഊതിവീർപ്പിക്കാൻ വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി കോടികളുടെ കള്ളപ്പണം ഇന്ത്യയിൽ എത്തിക്കുന്നുവെന്നും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഗൗതം അദാനിയുടെ ജ്യേഷ്ഠനാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് ഉയർത്തിയത്. 2023 ജനുവരിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ ഞെട്ടിച്ച അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഹിൻഡൻബർഗ് ഉന്നയിച്ചത്. വിദേശത്ത് കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചെന്നുമായിരുന്നു മുഖ്യ ആരോപണം. ഇങ്ങനെ പെരുപ്പിച്ച വിലയുള്ള ഓഹരികൾ ഈടുവെച്ച് അദാനി ഗ്രൂപ്പ് നേട്ടമുണ്ടാക്കിയെന്നും ഹിൻഡൻബർഗ് ആരോപിച്ചു. ആരോപണങ്ങൾക്ക് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ തകർച്ചയുണ്ടായി. ഏകദേശം $15,000 കോടി അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ സംയോജിത വിപണി മൂല്യത്തിൽ നിന്ന് നഷ്ടമായത്. അദാനി ഗ്രൂപ്പ് ചെയർമാനും ശതകോടീശ്വരനുമായ ഗൗതം അദാനിയുടെ ആസ്തിയും വൻ ഇടിവുണ്ടായി. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്നനെന്ന നേട്ടവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇതിനിടെ കടങ്ങൾ മുൻകൂറായി അടച്ചും പുതിയ നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിച്ചും നിക്ഷേപം വിശ്വാസം തിരികെ പിടിക്കാനും നഷ്ടങ്ങൾ വീണ്ടെടുക്കാനും അദാനി ഗ്രൂപ്പ് ശ്രമിച്ചു. ഹിൻഡൻബർഗ് ആരോപണങ്ങൾ വരുത്തിവെച്ച നഷ്ടത്തിൽ ഏറെക്കുറെ അദാനി ഗ്രൂപ്പ് കരകയറിയെങ്കിലും നഷ്ടം പൂർണ്ണമായും നികത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും കൂട്ടാളികൾക്കും എതിരെ US അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതും വിവാദമായിരുന്നു.